തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ളതായ നാളുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം 8ാമത്തെ ഞായറാഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കാകുലമായ ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് ജീവിക്കുന്നത്. കോവിഡ് എന്ന് പറയുന്നതായ ഒരു മഹാമാരി ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ദൈവ സാമീപ്യത്തിലേക്ക് നാം എത്തേണ്ടതിൻ്റെ ആവശ്യകതകൾ, ദൈവസന്നിധിയിൽ അണയേണ്ടതിൻ്റെ ആവശ്യകതകൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് നമുക്കുള്ളത്. അനേകായിരങ്ങൾ ഈ കോവിഡ് രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പിടിയിൽ അകപ്പെട്ട് ഭാരപ്പെടുമ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും ഇന്ന് ഈ രോഗത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നു മാത്രമേ ഇന്ന് സാധ്യമാകുന്നുള്ളൂ: ദൈവ പദാന്തികത്തിൽ സമർപ്പിതരായിട്ട് പ്രാർത്ഥനയോടെ കടന്നു വരിക. മനുഷ്യന്റെ ജന്മത്തെ സംബന്ധിച്ച് ഒരു മിത്തോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇപ്രകാരമുണ്ട്: ഒരു ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതായ അവസരത്തിൽ അവന്റെ നെറ്റിത്തടത്തിന്മേലെ ഒരു നീല വെളിച്ചമുണ്ട് എന്ന് പറയുന്നു. അതിലൂടെയാണ് ഇന്നലകളെ ഓർമ്മിച്ച് എടുക്കുന്നത്, താനായിരിക്കുന്ന അവസ്ഥകളെയൊക്കെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ പിറവിയുടെ സമയത്ത് ദൈവത്തിന്റെ കാവൽമാലാഖ കടന്നു വന്ന് വിരല് അമർത്തി കഴിയുമ്പോൾ ആ നീല വെളിച്ചം കെട്ടുപോകുന്നു. അതോടുകൂടി അവന്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടു പോകുന്നു. ഈ നീലഗ്രഹത്തിലേക്ക് എന്തിനാണ് കടന്നു വന്നത് എന്നുള്ളതായ അറിവ് നഷ്ടപ്പെട്ടു പോകുന്നു. അത് ഓർമ്മിച്ചെടുക്കുവാനായിട്ട് തുടങ്ങുന്നിടത്തുനിന്നുമാണ് ഒരു മനുഷ്യന്റെ ആത്മീക ജീവൻ ആരംഭിക്കുന്നത്. ഈ ലോകത്തിലേക്ക് എന്താണ് കടന്നു വന്നിരിക്കുന്നത് എന്ന്, വരവിന്റെ ഉദ്ദേശമെന്ത്, നിയോഗമെന്തെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോഴാണ് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. ഒരേ ഒരു ചോദ്യം കൊണ്ട് ഒരു ദേശത്തെ മുഴുവനും നിശബ്ദനാക്കിയ ഒരു ഗുരുവിന്റെ ഒരു ചിന്ത കാണുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം പല കാര്യങ്ങൾക്ക് പോകുന്ന പ്രധാന വഴിത്താരയിലെ ഗുരു ഇരിക്കുന്നു. ആളുകളെ രാവിലെ വളരെ പ്രയാസപ്പെട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ഓടുന്ന സമയത്ത് തന്റെ സമീപത്തൂടെ പോകുന്ന ആളുകളോട് 1ാമത്തെ ദിവസം ഈ ഗുരു ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അവർക്ക് പല ഉത്തരങ്ങൾ അവിടെയുണ്ട്. ചിലരെ സ്കൂളിൽ പോകുന്നു, മാർക്കറ്റിൽ പോകുന്നു, പണിശാലയിൽ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 2ാമത്തെ ദിവസവും പ്രഭാതത്തിലെ അതേ സമയമായപ്പോൾ അവിടെ തന്നെ ഗുരു ഇരിക്കുന്നു. കടന്നു പോകുന്ന സെയിം ആളുകളോട് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? തലേ ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകുവാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിച്ചു. വീണ്ടും 3ാമത്തെ ദിവസം രാവിലെ ഈ സമയമായപ്പോൾ കടന്നു പോകുന്ന ആളുകളോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. അവിടെ നിശബ്ദതയിലേക്ക് എത്തുന്ന ഒരു അനുഭവമായിട്ട് മാറുന്നു. ഇവിടെ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ഇതുപോലെ പരീക്ഷീണയായിട്ട് വഴിയറിയാതെ, ദർശനമറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓടിപ്പോകുന്ന ഹാഗാറിന്റെ വഴിത്താരയിലെ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് ചോദിച്ചു, ഹാഗാറെ, നീ എവിടേക്കാണ് പോകുന്നത് എന്ന്. എവിടേക്കാണ് പോകുന്നത് ഒരു ലക്ഷ്യവുമില്ലാതെ ഓടിപ്പോകുന്ന ഹാഗാറിന്റെ മരുഭൂമിയിലെ യാത്രയുടെ മധ്യത്തിലാണ് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് ഹാഗാറിനോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിലെ മറ്റൊരു ചോദ്യം കൂടെ ചേർന്നിരിക്കുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അവളെ സംബന്ധിച്ചിടത്തോളം തന്നെ യജമാനത്തിയായ സാറായി അവളുടെ മേലെ അല്ലെങ്കിൽ അവളോട് കാണിച്ചതായ ഉപദ്രവങ്ങൾ അസഹനീയമായപ്പോൾ അവളെ വിട്ട് രക്ഷപ്പെടുവാൻ വേണ്ടി ഓടിപ്പോകുന്നതാണ്. നമുക്കറിയാം, സാറയ്ക്ക് മക്കളില്ലായിരുന്ന അവസരത്തിൽ അബ്രഹാമിന് ഒരു അനന്തര സന്തതിയെ ലഭിക്കുവാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട ദാസിയെ യജമാനന്റെ മണിയറയിലേക്ക് പറഞ്ഞ് അയച്ചവളാണ്.
യജമാനന്റെ ഉദരഫലത്തെ അടിമയുടെ ഹൃദയത്തിൽ, അടിമയുടെ ഉദരത്തിലേക്ക് വഹിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിയപ്പോൾ യജമാനത്തിയുടെ നേരെ അല്പമൊരു അനിഷ്ടങ്ങളൊക്കെ ദാസിക്കുണ്ടായപ്പോൾ ദൈവസന്നിധിയിലേക്ക് അരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സാറായിൽ ദൈവം തിരുമനസ്സായ ഒരു ഉദരഫലത്തെ കൊടുത്തപ്പോൾ തനിക്ക് സ്വന്തമായിട്ടൊരു ഉദരഫലത്തെ ലഭിച്ച അവസരത്തിൽ ദാസിയെ അവിടെ നിന്ന് ഓടിക്കുവാൻ വേണ്ടി പലവിധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പലവിധമായ പ്രവർത്തനങ്ങൾ ദാസിയുടെ നേരെ ചെയ്തതിന്റെ ഫലമായിട്ട് വശം കെട്ട് അവൾ ഓടിപ്പോവുകയാണ്. എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. ദൈവദൂതൻ ചോദിക്കുമ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. എന്നാൽ അവിടെ വെച്ച് തന്റെ നിയോഗം എന്തെന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ മനസ്സിലാക്കിക്കുന്നു. ഹാഗാറിന്റെ നിയോഗം എന്ന് പറയുന്നത് തന്റെ യജമാനത്തിയായിരിക്കുന്ന സാറയുടെ ദാസിയായിട്ട് യജമാനനായ അബ്രഹാമിന്റെ ഭവനത്തിലെ വസിക്കുക എന്നുള്ളതാണ് ഹാഗാറിന്റെ നിയോഗം എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കേണ്ടുന്നവളാണ്. ഏത് പ്രതികൂലങ്ങൾ ഉണ്ടായാലും നീ അവിടെ ആയിരിക്കേണ്ടുന്നവളാണ്. ആ സത്യം, ആ കാഴ്ചപ്പാടിൽ, ആ കണ്ടുമുട്ടലിൽ മനസ്സിലാക്കിയപ്പോൾ ഒരു അടിമയെ പോലെ തലകുലിച്ച് ഓടി വന്നവളായ ഹാഗാർ ഒരു തല ഉയർത്തിക്കൊണ്ട് തന്റെ യജമാനത്തിയുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നു. സ്വന്തം നിയോഗത്തെ തിരിച്ചറിയുവാൻ സാധിക്കാതെ വരുന്നവർ പൊള്ളയായ ആരവങ്ങൾ മുഴക്കി ലക്ഷ്യത്തിലേക്ക് എത്താതെ എവിടേക്ക് പോകുന്നെന്നറിയാതെ എങ്ങോട്ടേക്കോ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. നമുക്കറിയാം, ഒരു പിതാവിന് ഒരു മകനുണ്ടായിരുന്നു. അവൻ മരിച്ചതിന് ശേഷം ഏകമകൻ നഷ്ടപ്പെട്ട ആ സങ്കടത്തിൽ ആയിരിക്കുന്ന ആ പിതാവിനോട് എല്ലാവർക്കും ദൈന്യതകൾ ഉണ്ട്. എന്നാൽ ഈ മകൻ എന്നാണ് ആ പിതാവിന്റെ കയ്യിലേക്ക് വന്നത്? ഈ മകനില്ലാതിരുന്ന ഒരു കാലം അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ നിയോഗം മകനില്ലാതെ വീണ്ടും കുറച്ചു നാൾ കൂടി ആ പിതാവ് ജീവിക്കണമെന്നുള്ളതാണ്. ആ നിയോഗത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ഇതളുകൾ കൂടിച്ചേരുമ്പോഴാണ് പൂവാകുന്നത്. എന്നാൽ ഇതള് പൂവല്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. യേശുക്രിസ്തു പറയുന്ന വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. വഴി എന്ന് പറയുന്നത് ബുദ്ധിക്കും മനസ്സിനും ലഭിക്കുന്ന ദിശാബോധമാണ്. സത്യം എന്ന് പറയുന്നത് വ്യക്തമായ കാഴ്ചയാണ്. ഇത് രണ്ടും സമൃദ്ധമായി നമ്മിലേക്ക് വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ശരിയായ ദിശാബോധം ലഭിച്ച് വ്യക്തമായ കാഴ്ചകൾ നമ്മിലേക്ക് എത്തുമ്പോൾ സമൃദ്ധിയായിട്ട് കർത്താവ് നൽകുന്ന അനുഭവമാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗമെന്ന് പറയുന്നത്. യഥാർത്ഥ നമ്മുടെ നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കാതെ പൊള്ളയായ ആരവങ്ങൾ മുഴക്കിപ്പോകുന്നവർക്കുണ്ടാകുന്ന ഛേദങ്ങളാണ് യോനയുടെ ഛേദത്തെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് ദർശനത്തിലേക്ക് പോകുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവനായ യോന തന്റെ വഴി മാറിക്കൊണ്ട് വിപരീതമായ ദിശയിലേക്ക് യാത്രയെ പുറപ്പെടുമ്പോൾ അവൻ കയറിയതായ ആ കപ്പല് മുങ്ങുവാനായിട്ട് തുടങ്ങുന്നു. ആ കൂട്ടം ആ നാശത്തിലേക്ക് എത്തുവാനായിട്ട് തുടങ്ങുന്നു. ആ നാശത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിയപ്പോൾ യോനയ്ക്ക് മനസ്സിലാകുന്നു താൻ മൂലമാണ് ഈ ദോഷം അവിടെ ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ തന്നെ കടലിലേക്ക് എറിയുവാനായിട്ട് സഹയാത്രികരോട് പറഞ്ഞ് ആ ഒരു നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. നിയോഗത്തിൽ നിന്ന് മാറിപ്പോകുന്നവനായ യോനയെ ദൈവത്തിന്റെ നിയോഗത്തിലേക്ക്, ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നതായ നിയോഗത്തിലേക്ക് ചേർക്കുന്നതായ ഒരു അനുഭവത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. രാജകൊട്ടാരത്തിൽ ജീവിച്ചവനാണ് മോശ. ആൾക്കൂട്ടങ്ങളെ നയിച്ചവനാണ് മോശ. എങ്കിലും ഒറ്റപ്പെട്ട അനുഭവത്തെയാണ് മോശയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്റെ സ്വന്തം സമൂഹത്തെ മിസ്രയീമ്യനായ ഒരുവൻ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ വിരോധമായിട്ട് പ്രവർത്തിക്കുകയും മോശയുടെ അടിയേറ്റ് മിസ്രയീമ്യൻ മരിച്ചു. ആ മിസ്രയീമ്യനെ മരിച്ചതായ അനുഭവത്തിൽ അവനെ മണലിലേക്ക് ഒഴിച്ചിട്ടു. അതിനുശേഷം വീണ്ടും ഒരു ദിവസം തന്റെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുന്ന അനുഭവത്തിൽ അവരുടെ വഴക്കുകളെ പിടിച്ചു മാറ്റുവാൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥത വഹിക്കുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ സഹോദരൻ തന്നെ പറയുന്നു, നീ ഇന്നലത്തെ പോലെ മറ്റവനെ കൊന്നതുപോലെ ഞങ്ങളെ എന്നെയും കൊല്ലുവാൻ വന്നതാണോ എന്ന്. അവിടെ നിന്ന് കൂട്ടത്തിലായിരുന്ന മോശ
അവിടെ നിന്ന് തനിയെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരനുഭവത്തിലേക്ക്, ഓടിപ്പോകുന്ന ഒരനുഭവത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. മീൻപിടുത്തക്കാരോട് കർത്താവ് പറഞ്ഞു, നസ്രായൻ പറഞ്ഞു, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആടുകളെ മേയ്ക്കുന്നവരോട് പറഞ്ഞു, മനുഷ്യ സമൂഹത്തിന്റെ നായകരാക്കി നിങ്ങളെ മാറ്റാൻ എൻ്റെ പിന്നാലെ വരിക എന്ന്. ആ വിളിയാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. എൻ്റെ പിന്നാലെ വന്നാൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് പങ്കുകാരാക്കി മാറ്റാം. ഈ വിളിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കൽവറി നായകനായിരിക്കുന്ന എൻ്റെ യേശു കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിയില്ല. അവൻ ആ സ്നേഹത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. അവൻ ചൊരിഞ്ഞതായ അവസാന തുള്ളി രക്തവും എൻ്റെ പാപങ്ങളെ മാറ്റുന്ന ഒരനുഭവമാണ്. ഈ ലോകത്തിൽ ജീവിച്ചു 30 വർഷം തടിക്ക് ചിന്തയിലിട്ട ആ തച്ചൻ പിന്നീടുള്ള 3.5 വർഷക്കാലം മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ചിന്തയിലിട്ടു. ഏതാണ്ട് 33.5 വയസ്സിൽ അരോഗദൃഢഗാത്രനായിരിക്കുന്ന യുവാവ് ഈ ലോകത്തെ വിട്ടുമാറുമ്പോൾ സമ്പൂർണമായ സംതൃപ്തിയോടെ എല്ലാം നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സംതൃപ്തിയോടെ ഈ ലോകത്തിൽ നിന്നും മാറുന്നതായ ഒരനുഭവത്തെ തിരുവചനത്തിൽ നാം കാണുന്നു. ഈ സ്നേഹം നമ്മിലേക്ക് കടന്നു വന്നത് നിന്റെ പാപത്തെ മാറ്റുവാൻ വേണ്ടിയാണ്, നിന്റെ സ്നേഹത്തെ മാറ്റുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ വിശുദ്ധ വായനയിലെ നഥനിയേലെ ചോദിക്കുന്നു, നസ്രയത്തിൽ വല്ല നന്മയും ഉണ്ടാകുമോ? അപ്പോൾ അവന് ലഭിക്കുന്ന മറുപടി, വന്ന് കാണീൻ. ഈ നന്മ, ഈ അനുഗ്രഹത്തെ തേടിയാണ് യേശുവിന്റെ പാദാന്തികത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് എത്തുന്നത്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായിട്ട് നിന്റെ വഴിയാത്രയിൽ കൂടെയിരിക്കുന്ന അരുമനായകനായിരിക്കുന്ന കർത്താവ് നിന്നെ വിളിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് വരിക. പൊള്ളയായ ആരവങ്ങൾ മുഴക്കി അവസാനിപ്പിക്കുവാനുള്ളതല്ല നിന്റെ നിയോഗം. ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതിന് എനിക്കൊരു നിയോഗമുണ്ട്. എന്റെ കർത്താവിനെ പിൻപറ്റി അവന്റെ കെട്ടുപണിക്കാരനായിട്ട്, അവന്റെ സ്നേഹരാജ്യത്തിന്റെ അവകാശിയായിട്ട്, അവന്റെ സ്നേഹത്തിന്റെ പാശത്തെ ഈ ലോകത്തിന് പങ്കുവയ്ക്കുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. നമ്മായിരിക്കുന്ന ജീവിത സാഹചര്യത്തെ ഓർക്കാം. അനേകായിരങ്ങൾ ഇന്ന് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ആ വിപത്തിൽപ്പെട്ട് ഉടറിക്കൊണ്ടിരിക്കുന്നു. അനേകരുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കാം. ദൈവ സ്നേഹത്തിന്റെ പാദാന്തികത്തിൽ എല്ലാവരെയും സമർപ്പിക്കാം. കാൽവറിനാഥൻ ആയിരിക്കുന്ന രക്ഷകൻ കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിയില്ല. അവൻ സ്നേഹത്തിന്റെ വഴിത്താര തുറന്നിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം നടത്തുന്ന ആ സ്നേഹത്തിന്റെ നായകന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആ സ്നേഹം നമ്മെ ശക്തീകരിക്കുന്നതാണ്. ആ സ്നേഹം എല്ലാം പൊറുക്കുന്നതാണ്. ആ സ്നേഹം എല്ലാം സൗഖ്യമാക്കുന്നതാണ്. ആ സ്നേഹം എല്ലാം ആശ്വാസം പകരുന്നതാണ്. ഈ ദിവസത്തിന്റെ ചിന്തകൾ ആ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. Hallelujah.